ഇവിടെ പലപ്പോൾ എന്താ പാടപ്പം ഇവിടെ എന്തെങ്കിലുമൊക്കെ നടക്കും. വീഡിയോ അവസാനം വരെ കാണാം. ഇന്നത്തെ ഐറ്റം ഞാനൊരു മീൻ കൊണ്ടൊരു ബിരിയാണി ഉണ്ടാക്കാനുള്ള പരിപാടിയാണ്. അറബിക്കാണ്. അപ്പോൾ അറബി വീട്ടിൽ പണിയെടുക്കുന്നവർക്കൊക്കെ വളരെ ഉപകാരപ്പെടുമെന്ന് വിചാരിക്കുന്നു. കുബാബ് എന്ന് പറയുന്ന മീനാണ്. നമ്മുടെ നാട്ടിലെ കേദ്ര എന്നൊക്കെ പറയുന്ന ഐറ്റം എന്ന് തോന്നുന്നു. എന്തായാലും നമ്മളെ മീനിൽ നിന്ന് കുറച്ച് പീസ് എടുത്തിട്ട് ഞാനൊരു 8-9 പീസ് എടുത്തമാതിരി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ് നമ്മൾ നല്ല കെക്കി വൃത്തിയാക്കിയതിനു ശേഷം നമ്മളൊരു കുണ്ടം പാത്രം എടുക്കുക. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ്, 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ചെറുനാരങ്ങ മുഴുവൻ നീരും കുരുപടാതെ പീഞ്ഞിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിനു ശേഷം നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ കട്ട് ചെയ്ത് വെച്ച മീനൊക്കെ ഇട്ട് കൊടുക്കുക. കച്ചിട്ട് നന്നായിട്ടൊന്ന് കൂട്ടി യോജിക്കുക. കജ്ജുമോർ ഓറഞ്ച് ഇട്ടുള്ളത് വളരെ നല്ലതാണ്. ഇത് കമ്മിറ്റിക്കാർക്കുള്ള കേട്ടോ. ഇവിടെ നമ്മൾ തിജ്ജ് കത്തിക്കുക, മീൻ പൊരിക്കുള്ള ചട്ടി അടുപ്പിൽ വെക്കുക. അതിലേക്ക് ഏത് എണ്ണയാണ് ഉപയോഗിക്കുന്നത് അതുങ്ങൾ ഒഴിച്ച് ഞാൻ സൺഫ്ലവർ ഓയിൽ ഉപയോഗിക്കണം. ഇങ്ങോട്ട് എണ്ണ ചൂടായി കഴിഞ്ഞാൽ മീനായിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കുക. ഒരു പകുതി വേവിലാണ് ഇത് പൊരിച്ചെടുക്കേണ്ടത്. കൂടുതൽ പൊരിച്ചിട്ട് മരപ്പൂള് മാതിരി ആക്കരുതിട്ട് ഒന്നിനും പറ്റൂല. മീനവിടെ കടന്ന് പൊരിഞ്ഞു വരട്ടെ. അപ്പം ബിരിയാണിക്ക് മസാല ഉണ്ടാക്കാനുള്ള ഇന്ത്യൻ്റെ ഒരു 4 വലിയ ഉള്ളി, 2 പോത്ത തക്കാളി, UAയുടെ അതുപോലെ തന്നെ ഒരു 5 വെളുത്തുള്ളി, ഒരു 3 ഉണക്ക നാരങ്ങി. അപ്പൊ ഇതിന് മീൻ ഇപ്പൊ ഏകദേശം വേവും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട്. ഒരു പൊറാപ്പ് നിങ്ങളൊന്ന് മറിച്ചിട്ട് കൊടുക്കുക. മറിച്ചിടുമ്പോൾ നല്ല ശ്രദ്ധിച്ചോളൂ. നിങ്ങളുടെ നാരങ്ങടെ മൂട്ടിലൊരു കുത്തു കൊടുക്കുക. കുത്തിയിട്ട് ഇതേമാതിരി പൊളിക്കുക. ഇവിടെ നമ്മൾ എന്ത് ചെയ്യുക, കജ്ജോണ്ടാണ് പിച്ചി പറിച്ച് എടുത്തിട്ട് അതിന്റെ കുരും കാര്യങ്ങളൊക്കെ ഒഴിവാക്കിയിട്ട് ഇതേമാതിരി പാത്രത്തിൽ എടുത്ത് മാറ്റുക. 3 എണ്ണത്തിന്റെ എടുത്തിട്ടുണ്ട്. എന്തായാലും നമ്മളെ മീൻ വേവും കാര്യങ്ങളൊക്കെ ആയാലും മീൻ ഇതേമാതിരി സ്വർണ്ണ കളറിലുള്ള പ്ലേറ്റ് എടുത്ത് മാറ്റുക. അടുത്ത് 2 പീസും കൂടി പൊരിക്കണം. അതുകൊണ്ട് പൊരിക്കുക. തിജ്ജ് കത്തിക്കുക, ബിരിയാണി മസാല ഉണ്ടാക്കുന്ന ചെമ്പടുപ്പിൽ വെക്കുക. മീൻ പൊരിച്ചേണ്ട നേരെ ഇതുകൊണ്ട് പാർന്നു കൊടുക്കുക. ഇങ്ങനെ ചെയ്ത ഒരു വേറെ ലെവലാണ്. എന്നിട്ട് ആ എണ്ണയ്ക്ക് ഗ്രാമ്പൂ, പട്ട, ഏലക്കായി കുറേശ്ശെ ഇട്ട് കൊടുക്കുക. അത് ഏകദേശം മൂത്ത് വരുന്നതോട് കൂടെ മുമ്പ് നമ്മൾ കട്ട് ചെയ്ത് മാറ്റി വെച്ച ഇന്ത്യൻ്റെ ഉള്ളി നേരെ അതിലേക്ക് ഇട്ട് കൊടുക്കുക. ഉള്ളി ഏകദേശം വാടി കഴിഞ്ഞാൽ ചട്ടും കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടിച്ച് പിന്നെ നമ്മൾ മുമ്പ് എടുത്ത് മാറ്റി വെച്ച UAയുടെ തക്കാളി നേരെ അതിലേക്ക് ഇട്ട് കൊടുക്കുക. ഒന്നിന് കൂട്ടി യോജിപ്പിക്കുക, മൂടി വെക്കുക. പിന്നെ അതിലേക്ക് മുമ്പ് നമ്മൾ എടുത്ത് മാറ്റിച്ച് വെളുത്തുള്ളി ചതച്ചത്, അതുപോലെ തന്നെ ഉണക്ക നാരങ്ങയുടെ 2 എണ്ണത്തിന്റെ എടുത്തുള്ളത് ഒന്നവിടെ മാറ്റി വെച്ചിരിക്കണം. പിന്നെ കുറച്ച് മഞ്ഞപ്പൊടിയൊക്കെ ഇട്ട് കൊടുക്കുക. ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക. അറബിക്കാവുകൊണ്ട് ഞാൻ വേറെ അറബി മസാല ചേർക്കണം കേട്ടോ. നിങ്ങൾക്ക് ഇതിൽ മീൻ മസാല ചേർക്കുക, ഗരം മസാല ചേർക്കാനും കുഴപ്പമില്ല. ഇവിടെ ഉണ്ടാക്കുന്ന രീതിയാണ് ഞാൻ പറയുന്നത്. എന്നിട്ട് കൂട്ടി യോജിപ്പിച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എന്താ വെച്ചാൽ കുറച്ച് ചൂടുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം എല്ലാം കൂടെ തന്നെ കൂട്ടി യോജിപ്പിച്ച് എന്തായാലും നല്ല ഉപ്പുണ്ടെന്നോ നോക്കട്ടെ. എന്തെങ്കിലും ഇപ്പൊ എന്തെങ്കിലും പറയാൻ പറ്റുള്ളൂ. സംഭവം ഉപ്പും പുളിയൊക്കെ കറക്റ്റ് ആണെന്ന് കൂടുതൽ ചിന്തിച്ചാലൊന്നുമില്ല. കുറച്ചും കൂടി ചൂടുവെള്ളം ഒഴിച്ചങ്ങോട്ട് എന്താ മുമ്പ് നമ്മൾ പൊരിച്ച് മാറ്റി വെച്ച മീനൊക്കെ നേരെ ഇട്ട് കൊടുക്കുക. എന്താ പറയുക, കുറച്ച് വെള്ളം ഒഴിച്ചെങ്കിലും ഈ മീനയിൽ നേരെ മുങ്ങി കടന്നിട്ട് മസാലയും കാര്യങ്ങളിൽ പിടിച്ചുള്ളൂ. അതിന് വേണ്ടിയിട്ടാണ്. എന്നിട്ട് എന്താ ഒന്ന് അങ്ങോട്ട് ഇളക്കി യോജിപ്പിച്ച ചെറിയ തിജിനവിടെ മൂടി വെക്കുക. അപ്പോൾ ഇതിന് നമ്മളെ ബിരിയാണിക്കാരായിട്ടുള്ള വെള്ളം അവിടെ തിളക്കേണ്ടത്. ഗ്രാമ്പൂ, പട്ട, ഏലക്കായി, കുരുമുളകൊക്കെ ഇട്ട് കൊടുക്കുക. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക. കുറച്ച് നമ്മൾ സൺഫ്ലവർ ഓയിൽ ഒഴിക്കേണ്ടതിന് അരി തമ്മിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഏകദേശം ഞാനൊരു 25 മിനിറ്റ് മുമ്പ് കെക്കി വെച്ച അരിയാണത്. ഇത് അവിടെ ഇരുന്നോട്ടെ. അതിന് നേരെ ഇട്ട് കൊടുക്കുക. അതിന് മുമ്പ് നമ്മളെ മസാലയും കാര്യങ്ങളൊക്കെ കൂടെ റെഡിയായി വരുന്നുണ്ട്. ആ മീനൊന്നും കൂടി മറിച്ചിട്ട് കൊടുക്കുക. അപ്പോൾ ഏകദേശം നമ്മളെ മുമ്പ് വെച്ച വെള്ളമൊക്കെ വറ്റി സെറ്റ് ആയിട്ടുണ്ട്. തിജ്ജ് പരമാവധി കമ്മിയായിക്കൊണ്ട് കൂടുതൽ ചിന്തിക്കാതെ തിളക്കണ വെള്ളത്തേക്ക് നമ്മൾ അരിയിട്ട് കൊടുക്കുക. വെള്ളം ഇതേമാതിരി വട്ടി തിളക്കണ്ട. ഉണക്കമുന്തിരി ഞാൻ ഇതേമാതിരി ആക്കി ഇട്ടിക്കാണ്. പൊരിക്കണില്ല എന്നൊരു പദം ഉണ്ടാവും. മുമ്പ് നമ്മൾ കട്ട് ചെയ്ത് മാറ്റി വെച്ച മല്ലിച്ചപ്പ് ഇട്ട് കൊടുക്കുക. അപ്പൊ അരി ഇവിടെ തിളക്കണ്ട. അരി ഊറ്റിയോടെ ശരിയാക്കിയിട്ടുണ്ട്. മീനൊക്കെ എടുത്ത് മാറ്റി ഇങ്ങനെയൊക്കെ ഉണ്ട്. ഇത് കുങ്കുമത്തിൽ വെള്ളത്തിലിട്ടാണ്. ഇത് പജ്ജിന്റെ നെജ്ജാണ്. എന്നിട്ട് വെച്ചാൽ ചെമ്മിന്റെ അടിക്ക് നമ്മൾ നേരെ അരി നിരത്തുക. അതിനുശേഷം അതിന്റെ മുകളിൽ നമ്മൾ നെജ്ജുന്നു മീൻ പൊരിച്ച എണ്ണയാണ് ഞാൻ ഒഴിക്കുന്നത്. അത് കഴിഞ്ഞാൽ ബിരിയാണിക്കുള്ള മസാല നേരെ ഇതിന്റെ മുകളിൽ ഇട്ട് കൊടുക്കുക. അത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തട്ടിന് ശേഷം വീണ്ടും നമ്മൾ മുമ്പെടുത്ത് മാറ്റിച്ച ചോറ് നേരെ അതിന്റെ മുകളിൽ ഇട്ട് കൊടുക്കുക. എന്നിട്ട് എന്താ ഓരോ സ്റ്റെപ്പായിട്ടാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. അത് കഴിഞ്ഞ് നമ്മൾ മല്ലിച്ചപ്പ് അതിന്റെ മുകളിൽ ഇട്ട് കൊടുക്കുക. അതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക, ആ എടുത്ത് മാറ്റി വെച്ച മീൻ നേരെ ഇതിന്റെ മുകളിൽ ഇട്ട് കൊടുക്കുക. കൂടുതൽ ചിന്തിക്കാനൊന്നുമില്ല. അത് കഴിഞ്ഞാൽ പിന്നെ അതിന്റെ മുകളിൽ എന്ത് ചെയ്യുക, ബാക്കിയുള്ള ചോറും കുറച്ച് മസാല ഇട്ടിട്ട് ഒന്നും കൂടി സെറ്റ് ആക്കി എടുക്കുക. മീൻ ഏറ്റവും മുകളിൽ വെച്ച് എന്തിനാന്ന് അറിയോ, വളമ്പുമ്പോൾ പെട്ടെന്ന് എടുക്കാൻ വേണ്ടിയിട്ടുമാണ്. ഏറ്റവും അടി കൊണ്ടുപോയിട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ വളമ്പുമ്പോൾ മീനൊക്കെ പാടെ ആകെ പൊട്ടി ആകെ കണ കുണയോ വിചാരിച്ചിട്ടാണ്. എന്നിട്ട് ആ പജ്ജിനെ നെച്ച് കുറച്ച് അതിന്റെ മുകളിൽ വെച്ച് കൊടുക്കണം. അതിന്റെ മുകളിൽ തന്നെ കുറച്ച് മീൻ പൊരിച്ച് എണ്ണ വെച്ച് കൊടുക്കണം. എന്നിട്ട് വെള്ളത്തിലിട്ട് കുങ്കുമ്പോൾ നേരെ അതിന്റെ മുകളിൽ തലങ്ങും മലങ്ങും അങ്ങോട്ട് പാരുക. പരിപാടി കഴിഞ്ഞങ്ങോട്ട് കുറച്ച് മല്ലിച്ചപ്പ് വെട്ടിയിട്ട് കൊടുക്കുക. ബാക്കി മസാല അതിന്റെ മുകളിൽ ഇട്ട് കൊടുത്തുകൊണ്ട് കൂടുതൽ ചിന്തിക്കാതെ നമ്മൾ എന്ത് ചെയ്യുക, തിജ്ജാണ് കത്തിക്കുക. ഈ ബിരിയാണി ചെമ്പ് നേരെ അതിന്റെ മുകളിൽ വെക്കുക. അലുമിനിയം ഫോയിലുള്ളവർക്ക് ഇടാൻ എന്തായാലും ഒരു ചകരം ചൂര് പുറത്തു പോകും. അല്ലെങ്കിൽ നന്നായിട്ട് എല്ലാ പാടും നല്ല ടൈറ്റ് ആക്കിയതിനു ശേഷം അതിന്റെ മുകളിൽ ഒരു കനവും കയറ്റി വെക്കുക. തിജ്ജും കൊണ്ട് പരമാവധി കമ്മിയാക്കുക. ഒരു 20-25 മിനിറ്റ് വെച്ച ബിരിയാണി റെഡിയായി. അതവിടെ കിടക്കട്ടെ. അപ്പൊ ഇതിനെന്ത് ചെയ്യുക, ബിരിയാണിന്റെ മുകളിലുള്ള ഉള്ളി പൊരിച്ചെടുക്കുക. ഉള്ളി ഇപ്പൊ ഏകദേശം ഞാൻ എന്ത് ചെയ്യുക, ഇതേമാതിരി പൊരിച്ചെടുക്കുക. ഒരു ശ്രദ്ധ അങ്ങോട്ടും കൊണ്ട് തിരുന്നപ്പത്തിന് ഒരു സൈഡ് ഫുള്ള് കളറായി. അത് കുഴപ്പമില്ല. എന്ത് ചെയ്യുക, അതവിടെ കോരി മാറ്റിയിട്ടുണ്ട്. പിന്നെ അത് കണ്ടിപ്പരിപ്പ് ഇതേമാതിരി പൊരിച്ചെടുക്കുക. അതും അവിടെ കോരി മാറ്റിയിട്ടുണ്ട്. ഇനി കൂടുതൽ ചിന്തിക്കാതെ ഇപ്പൊ ഏകദേശം 20 മിനിറ്റ് കഴിഞ്ഞാൽ നല്ല ചൂരും കാര്യങ്ങളൊക്കെ പുറത്തേക്ക് തള്ളുന്നുണ്ട്. അതൊക്കെ അലുമിനിയം ഫോയിൽ എടുക്കുക. പെട്ടെന്ന് എടുത്ത് മാറ്റി അലുമിനിയം ഫോയിൽ മൂടിയൊക്കെ. എന്നിട്ട് എന്ത് ചെയ്യുക, മീൻ ഇതേമാതിരി ഒരു സ്വർണ്ണ കളർ പ്ലേറ്റിക്ക് ഇങ്ങോട്ട് കോരിയെടുക്കുക. ഇങ്ങനെ വെച്ചാലേ മീൻ നമുക്ക് പൊട്ട നല്ല വൃത്തിയിൽ കിട്ടും ചുറ്റും. ഇതേമാതിരി പൊട്ടാതെ നമുക്ക് ആ ചോറിന്റെ മുകളിൽ വെച്ചു കൊടുക്കും ചുറ്റും. അതന്നെയാണ് ഇതിന്റെ ഒരു പ്രത്യേകത. അപ്പൊ ഞാൻ എന്ത് ചെയ്യുക, കൂടുതൽ ചിന്തിക്കാതെ മീനൊക്കെ എടുത്ത് മാറ്റിയതിനു ശേഷം അപ്പൊ നിങ്ങളെല്ലാവരും റെഡിയില്ല. അപ്പൊ നമ്മൾ ബിരിയാണി വിളമ്പാൻ പോകുകയാണ്. ബിരിയാണി വിളമ്പുമ്പോൾ ഇതേമാതിരി വിളമ്പുന്നുണ്ട്. നാട്ടിലത്തെ മാതിരി നമ്മൾ നന്നായിട്ട് കൂട്ടി യോജിപ്പിക്കരുത്. ഇതേമാതിരി ആകുമ്പോൾ തന്നെ കാണാൻ നല്ല ചൊറുക്കും ഉണ്ടാവും. ആ മസാല ഉള്ളിടത്തൊന്നും മസാല ഇല്ലാത്തതുകൊണ്ട് അങ്ങനെ വിളമ്പി തിന്നുമ്പോൾ അതിന്റെ രുചി വേറെ തന്നെ ആയിക്കാരം. ഒക്കെപ്പാടെ വിളമ്പി ഉള്ളിൽ കൊടുക്കാൻ നിൽക്കരുത്. കമ്മിറ്റിക്കാർക്കുള്ള അവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. ഈ ചെമ്പിൽ ഞാനിവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇതേമാതിരി ഏകദേശം ഇങ്ങനെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാലേ അതിന്റെ മുകളിൽ എന്താ വെച്ചാൽ പൊരിച്ച മീൻ വെച്ച് കൊടുക്കുക. ഇപ്പൊ നിങ്ങൾക്ക് ഈ ഉണക്ക നാരങ്ങളുടെ ഉള്ളിലുള്ള തൊലി ചേർക്കാതെ സാധാ നാരങ്ങ നീര് പിഞ്ഞിട്ട് നിങ്ങൾക്ക് ഉണ്ടാക്കട്ടോ. എനിക്കൊരു 8-9 ഐറ്റം ബിരിയാണി ഞാൻ ഉണ്ടാക്കും. പിന്നെ ഈ പൊരിച്ച ഉള്ളിയൊക്കെ ഉള്ളിലിട്ട് കൊടുക്കുക. അതേമാതിരി മേലിട്ട് കൊടുക്കുക. ഞാൻ എന്ത് ചെയ്യുക, ദമ്മുടും ഇട്ട് കൊടുത്തിട്ടില്ല. അപ്പൊ എല്ലാവരും പരീക്ഷ നോക്കുക. അഭിപ്രായങ്ങളും അറിവുകളും പങ്കുവെക്കാൻ മറക്കരുത്. ഞാനടുത്ത ബസ്മതി റൈസിന്റെ പേര് ഗൗതം എന്നാണ്. സൂപ്പർ അരി കേട്ടോ. നാട്ടിലാണെങ്കിൽ ഇന്ത്യ ഗേറ്റും പറ്റും. എന്തായാലും അതവിടെ മൂടി വെച്ചു. ഇത് കമ്മിറ്റിക്കാർക്കുള്ളതാണ്. ഇതിലുണ്ട് 2-3 പീസും മീനും ചോറൊക്കെ. നാട്ടിലെ ബിരിയാണിയിൽ മസാല കൂടും, അറബിക്ക് ബിരിയാണിയിൽ മസാല കുറവായിരിക്കും. അപ്പൊ എല്ലാവരോടും കാണുമ്പോൾ കാണാം. ബൈ.